ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാ പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാനുള്ളത് കേട്ടോ. മനോഹരമായ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലാണ്. അതായത് മുണ്ടൂർ പഞ്ചായത്തിൽ നമ്മൾ നാമ്പിളിപ്പോൾ ഒരു സ്കൂളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഈ വരുന്നൊരു വഴിയാണ്. നമ്മളിവിടുന്ന് ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നാമ്പിളിപ്പോൾ സ്കൂളിലെ ഏകദേശം അവിടെ നിന്ന് ഒരു നടക്കാവുന്ന ദൂരത്തിലാണുള്ളത് കേട്ടോ. ആ സ്കൂളിൻ്റെ മുന്നിലൂടെ നമ്മളിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് നമ്മളെത്തിട്ടോ. അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേ പാസ് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ, മുണ്ടൂരിൽ നിന്ന് ഇങ്ങനെ റൈറ്റിൽ തിരിഞ്ഞ് ഇങ്ങനെ കയറി പോകുന്ന മേലോട്ട് മണ്ണാർക്കാട് വഴി ആ ഹൈവേയിൽ നിന്ന് നമ്മളെ പാലക്കാട് ചെറുപ്പശ്ശേരി വഴി പോകുന്ന ഒരു റൂട്ടുണ്ടല്ലോ, അതൊരു ഹൈവേ തന്നെയാണ് അല്ലേ. ഈ രണ്ട് ഹൈവേക്ക് ഇടയിൽ കിടക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതായത് ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വഴിയോരത്ത് മാത്രമാണ് കേട്ടോ. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിക്കകമൊക്കെ അത്യാവശ്യം കാടൊക്കെ വെട്ടി വൃത്തിയാക്കി അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വളരെ വിശാലമായൊരു പ്ലോട്ടാണ്. ഏകദേശം ഒരു 70 സെൻറ്റിനടുത്ത് സ്ഥലം വരും. എന്തായാലും നമുക്കൊന്ന് നടന്ന് നോക്കാമല്ലേ. അതായത് വഴി സൗകര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ല, അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ്. ഏതൊരു വലിയ ലോറിയും ഇങ്ങോട്ട് കയറി വരും. പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെയുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഈ ഒരു പ്ലോട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ വളരെ വിശാലമായൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10-60 സെൻറ്റ് അല്ലെങ്കിൽ ഒരു 70 സെൻറ്റ് സ്ഥലത്തൊക്കെ ഒരു വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനനുയോജ്യമായ ഒരു അടിപൊളി പ്രോപ്പർട്ടി അല്ലേ. ചുറ്റോട് ചുറ്റില്ലേ നല്ല റബ്ബർ മരങ്ങളൊക്കെ ആയിട്ട്, റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട്, എന്നാൽ നമുക്ക് അയൽവക്കത്ത് വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു സ്കൂൾ തൊട്ടടുത്താണെന്ന് പറഞ്ഞല്ലോ അല്ലേ. ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന ദൂരത്തിലെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു 2 ഹൈവേയുടെ കാര്യം പറഞ്ഞല്ലോ അല്ലേ. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചുറ്റിലും റോഡാണ്. അതായത് ഈ ഒരു ഫ്രണ്ടേജ് ഇങ്ങനെ പോയി ആ സൈഡിലൂടെ അങ്ങനെ പോകുന്ന ആ റോഡ് നോക്കിയിട്ട് നമ്മൾ നേരെ മൈലമ്പള്ളി റോഡിലേക്കാണ് മുട്ടുന്നത്. അതായത് 9 മൈൽ ജംഗ്ഷനിൽ നിന്നും താഴേക്ക് വരുന്ന ഒരു റോഡില്ലേ, മദ്രസയുടെ സൈഡിലൂടെ നമ്മളെ കോഴിക്കോട് ഹൈവേയിലേക്കുള്ളൊരു ഷോർട്ട് റോഡുണ്ട്, ഒരു ബൈപ്പാസ് റോഡ് അല്ലേ, നമ്മളെ മൈലമ്പള്ളി വഴി. അപ്പോൾ ആ പോകുന്നൊരു റോഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു കുളം ഉണ്ട് അവിടെ അല്ലേ. ആ കുളത്തിൻ്റെ അപ്പുറത്ത് കുളമൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട്, അതായത് സാധാരണ നമ്മളൊരു കിണറൊക്കെ കുഴിച്ചാൽ വെള്ളമൊക്കെ കിട്ടാൻ സാധ്യത അല്ലേ. കാരണം ഒരു കുളമൊക്കെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെള്ളമൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു റോഡ് അങ്ങനെ പോകുന്നുണ്ട്. ആ റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ തികച്ചില്ല അല്ലേ, ഏകദേശം 1 കിലോമീറ്റർ നമുക്ക് കോഴിക്കോട് ഹൈവേയിൽ എത്താൻ പറ്റും. അപ്പോൾ കോഴിക്കോട് ഹൈവേയിലേക്ക് ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ. അതുപോലെ തന്നെ നമ്മുടെ മുണ്ടൂർ പാലക്കാട് നിന്നും മുണ്ടൂർ കോങ്ങാട് വഴി ചെറുപ്പശ്ശേരി വഴി പോകുന്ന ആ ഒരു ഹൈവേയിലേക്കും ഏകദേശം 1 കിലോമീറ്റർ താഴെ എന്ന് വേണമെങ്കിൽ പറയാം അല്ല, അത്ര അടുത്ത് തന്നെയാണ്. 1 കിലോമീറ്റർ ദൂരം തികച്ച് കാണില്ല. അപ്പോൾ അങ്ങനെ 2 ഹൈവേക്ക് ഇടയിൽ കിടക്കുന്ന 2 വഴികൾക്കിടയിൽ കിടക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി. അതായത് 2 വഴി എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഫ്രണ്ടേജില്ലേ, കമ്പിവേലി കെട്ടിയിട്ടുണ്ട്, ചുറ്റോട് ചുറ്റും ഫെൻസിങ് ഉണ്ട്. അതുകൊണ്ട് യാതൊരു അതിർത്തർക്കങ്ങൾക്കൊന്നും സാധ്യതയില്ല. നേരെ ഇങ്ങനെ വന്ന് ഫ്രണ്ടേജ് ഇങ്ങനെ പോയി ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വില്ല പ്രൊജക്റ്റിന് വേണ്ടി പ്ലോട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്കും അവർക്ക് ഉപകാരപ്പെടും അല്ലേ. കാരണം വഴിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നർത്ഥം അല്ലേ. അപ്പോൾ മനോഹരമായ ഏകദേശം ഒരു 63 സെൻറ്റാണ് എന്നാണ് എൻ്റെ അറിവ്, അതായത് ഓണർ പറഞ്ഞത്. എങ്കിലും ഒരു 70 സെൻറ്റിൽ താഴെ എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. കാരണം കാണുമ്പോൾ അത്രയും സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഒരു 70 സെൻറ്റ് ഒന്നും പറഞ്ഞാൽ പോരാ. അപ്പോൾ എന്തായാലും നമുക്കൊരു ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി അല്ലേ, വലിയ കുന്നോ ചെരുവോ അതല്ലെങ്കിൽ എന്താ പറയുക കുണ്ടും കുഴികളോ ഇനി നിരത്താനോ പരത്താനോ ഒന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു ചെരുവ് ചെറുതായിട്ട് ഇങ്ങനെ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ നിരന്ന ഭൂമി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ഘടന നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ നിരവധി പ്രദേശങ്ങളാണ് മുണ്ടൂർ പഞ്ചായത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മുണ്ടൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് മുണ്ടൂർ പഞ്ചായത്ത് അല്ലേ. അപ്പോൾ ഈ ഒരു മുണ്ടൂർ പഞ്ചായത്തിലെ എന്താ പറയുക നാമ്പള്ളിപ്പുര സ്കൂളിനോട് അടുത്ത് കിടക്കുന്ന ഈ നാമ്പള്ളിപ്പുര പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്താണ് അല്ലേ. അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഓണർ തന്നെയാണ് നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വില വിവരങ്ങൾ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. കാരണം ഈ ഒരു മാർക്കറ്റ് റേറ്റ് നമുക്ക് ഇത്രയും റോഡ് സൗകര്യമുള്ള ഇലക്ട്രിക് സൗകര്യമുള്ള നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെയാണ് ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത വീടുകളൊക്കെയുള്ള ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉടമസ്ഥനെ നിങ്ങൾ നേരിട്ട് വിളിക്കുക. നേരിട്ട് വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ നമുക്കിതിനകത്തുള്ളൊരു ലാൻഡ്മാർക്ക് നമ്മൾ യുവക്ഷേത്ര കോളേജൊക്കെ എന്നല്ലേ, നമ്മൾ 9 മൈൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ അടുത്ത
ഒരു ബസ് സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ യുവക്ഷേത്ര കോളേജിൻ്റെ ഒരു സ്റ്റോപ്പ് തന്നെയാണ്. അപ്പോൾ യുവക്ഷേത്ര കോളേജിൽ അടുത്താണ്. അപ്പോൾ അതുപോലെ കോളേജുകളും സ്കൂളും മുണ്ടൂർ ഹൈസ്കൂൾ വളരെ അടുത്താണ്. പിന്നെ പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് നമസ്കാര പള്ളി തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ ഭാഗത്തുണ്ട്, പിന്നെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ പിന്നെ മഹല്ല് വരുന്നത് നമ്മുടെ നായമ്പാട ജുമാ മസ്ജിദ് തന്നെയാണ് നമുക്ക് മഹല്ല് വരുന്നത്. പിന്നെ അമ്പലങ്ങൾ നിരവധിയാണ് അല്ലേ. നമുക്ക് പുതുനൂർ കുന്നപ്പള്ളി ഭഗവതി ക്ഷേത്രം, ഈ ഭാഗത്തൊരു ഭഗവതി ക്ഷേത്രം, മുണ്ടൂർ കുമ്മാട്ടിയൊക്കെ നടക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം അല്ലേ. അതേപോലെ നിരവധിയാണ്, ഒന്നോ രണ്ടോ മൂന്നോ ഒന്നല്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, പിന്നെ ചർച്ചുകൾ ഒട്ടനവധിയാണ്. ചർച്ചകൾ എന്ന് പറയുമ്പോഴേ നമുക്ക് മർത്തോമ ഉണ്ട്, സിരിയാനി ഉണ്ട്, പിന്നെ നിരവധിയാണ്, ഒന്ന് ബന്ധക്കോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. ഒരു 9 മൈൽ ജംഗ്ഷനിൽ തന്നെ ഒരു 4-5 ചർച്ചകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ. അപ്പോൾ വളരെ മാന്യമായ ഒരു വിലയ്ക്ക്, ഈ ഒരു പരിസരത്തുള്ള സാധാരണ രീതിയിലുള്ള ഒരു വില, മാർക്കറ്റ് റേറ്റ് എന്താണോ അതുതന്നെയാണ് ഉടമസ്ഥൻ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണാം. ലൊക്കേഷനൊന്നും തെറ്റാനൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ വന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഓണറെ ഒന്ന് വിളിച്ചിട്ട് വിലയും മറ്റു ഡീറ്റെയിലൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും മുറിക്കുക. സ്ഥലമൊക്കെ മുറിച്ച് കൊടുക്കുന്നവർക്ക് വഴിക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം അത് തന്നെയാണ് വഴിയില്ല, ഹലുവ മുറിക്കുന്ന പോലെ ഇങ്ങനെ മുറിക്കാൻ പറ്റും അല്ലേ. അത്ര അടുത്താണ്. കാരണം ഒരു 10 സെൻറ്റ് അല്ലെങ്കിൽ 20 സെൻറ്റ് അങ്ങനെ മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം. സാധാരണ രീതിയിൽ ഒരു വലിയ പ്രോപ്പർട്ടിയൊക്കെ വീട്, അതിന് ഒത്ത നടുക്ക് വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്കും പറ്റില്ല. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ റോഡ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ മണ്ണ് റോഡാണ് നിങ്ങൾ കണ്ടതല്ലേ. പക്ഷേ തൊട്ടടുത്ത് ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡ് തന്നെയാണ് അവിടെയുള്ളത്. ഇവിടുന്ന് ഒരു 50 മീറ്റർ പോയി വെച്ചാൽ ടാർ റോഡ് തന്നെയാണല്ലോ. അപ്പോൾ റോഡ് സൗകര്യം ഒന്നും നമുക്ക് നോക്കാനില്ല. ചുറ്റും റോഡാണ്. ഒരു കുറഞ്ഞ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. ബൈ.